ലോക്സഭയിൽ ഇന്നൊരു നിർണായക ദിനമായിരുന്നു. അമിത്ഷാ അവതരിപ്പിച്ച 3 ബില്ലുകൾക്ക് ഇന്ത്യ സഖ്യത്തിൽ നിന്നും കടുത്ത വെല്ലുവിളിയാണ് ഉയർന്നത്. സഭയിൽ കടുത്ത പോരാട്ടത്തിന് വേദി ഒരുങ്ങുകയും ചെയ്തു എന്ന ഒരു വിവരമാണ്, അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട വാർത്തയാണ് പുറത്തു വന്നിരിക്കുന്നത്. ഇന്ന് പാർലമെന്റിലെ ലോക്സഭയിൽ രാഷ്ട്രീയമായും നിയമനിർമ്മാണപരമായും അതീവ നിർണായക ദിനമായിരുന്നു. കേന്ദ്ര സർക്കാരിന്റെ സുപ്രധാന നിയമ ഭേദഗതികൾ ഇന്ന് സഭയിൽ അവതരിപ്പിക്കപ്പെടുമ്പോൾ ഇന്ത്യ സഖ്യവും ശക്തമായ എതിർപ്പുമായി രംഗത്ത് വരികയായിരുന്നു. ഇതോടുകൂടി തന്നെ ലോക്സഭയിൽ കടുത്ത വാദപ്രതിവാദങ്ങൾക്കും രാഷ്ട്രീയ ഏറ്റുമുട്ടലുകൾക്കും സാധ്യതയേറുകയാണ് ചെയ്തിരിക്കുന്നത്. ആദ്യം സഭയിൽ എത്തുന്നത് രജിസ്ട്രേഷൻ ഓഫ് ബർത്ത് ആൻഡ് ഡെത്ത്സ് ഭേദഗതി ബിൽ 2026 ആണ്. കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ അവതരിപ്പിക്കുന്ന ഈ ബില്ലാകട്ടെ അവിടുത്തെ രാജ്യത്തെ ജനന മരണ രജിസ്ട്രേഷൻ സംവിധാനം കൂടുതൽ സുതാര്യവും പൂർണ്ണമായും ഡിജിറ്റൽ ആക്കുക എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് കൊണ്ടുവന്നിരിക്കുന്നത്. സർക്കാർ വാദിക്കുന്നത് ഈ നിയമ ഭേദഗതി വ്യാജ ജനന മരണ സർട്ടിഫിക്കറ്റുകൾ നിർമ്മിക്കുന്നത് തടയുവാനും രേഖാ തട്ടിപ്പുകൾ നിയന്ത്രിക്കുവാനും സർക്കാർ സേവനങ്ങൾ കൂടുതൽ കാര്യക്ഷമമാക്കുവാനും സഹായകരമാകും എന്നതാണ്. ഡിജിറ്റൽ ഇന്ത്യ പദ്ധതിയുടെ ഭാഗമായാണ് ഈ നിയമനിർമ്മാണം മുന്നോട്ട് കൊണ്ടുപോകുന്നതെന്നും കേന്ദ്രം വ്യക്തമാക്കുന്നുണ്ട്. ഇതിനോടൊപ്പം തന്നെ രാജ്യത്തെ ലക്ഷക്കണക്കിന് വിദ്യാർത്ഥികളെ നേരിട്ട് ബാധിക്കുന്ന മറ്റൊരു സുപ്രധാന ബില്ലും ഇന്ന് ലോക്സഭയിൽ ചർച്ചയ്ക്ക് വരും എന്നതാണ് വ്യക്തമാക്കിയിരിക്കുന്നത്. പബ്ലിക് എക്സാമിനേഷൻസ്, അതായത് പ്രിവെൻഷൻ ഓഫ് അൺഫെയർ മീൽസ് ഭേദഗതി ബിൽ 2026 അഥവാ ആന്റി പേപ്പർ ലീഗ് ബിൽ, ചോദ്യപേപ്പർ ചോർച്ച, ഇതുമായി ബന്ധപ്പെട്ട ബില്ലാണ് അവിടെ എത്തുന്നത്. അതായത് ഇതിനകത്ത് ചോദ്യപേപ്പർ ചോർച്ച, പരീക്ഷാ തട്ടിപ്പുകൾ, ക്രമക്കേടുകൾ എന്നിവയ്ക്ക് കർശന നിയന്ത്രണം ഏർപ്പെടുത്തുക എന്നതാണ് ബില്ലിന്റെ ലക്ഷ്യം. കേന്ദ്രമന്ത്രി ജിതേന്ദ്ര സിംഗ് അവതരിപ്പിക്കുന്ന ഈ ബില്ലിന്മേലുള്ള ചർച്ചയിൽ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി പങ്കെടുക്കും. കഴിഞ്ഞ വർഷങ്ങളിൽ രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നടന്ന പരീക്ഷാ തട്ടിപ്പുകൾ വലിയ രാഷ്ട്രീയ വിവാദങ്ങൾക്ക് വഴിവെച്ച സാഹചര്യത്തിൽ ഈ ചർച്ചയ്ക്ക് ദേശീയ ശ്രദ്ധ ലഭ്യമാകുമെന്നതാണ് വിലയിരുത്തപ്പെടുന്നത്. മൂന്നാമതായി തന്നെ നീതിന്യായ വ്യവസ്ഥയെ ശക്തിപ്പെടുത്താൻ ലക്ഷ്യമിട്ടുകൊണ്ട് സുപ്രീം കോടതി നമ്പർ ഓഫ് ജഡ്ജ് ഭേദഗതി ബിൽ 2026 കേന്ദ്ര നിയമനിർമ്മിതി അർജുൻ റാം മേഘ്വാൾ സഭയിൽ അവതരിപ്പിക്കും. സുപ്രീം കോടതിയിലെ ജഡ്ജിമാരുടെ എണ്ണം വർദ്ധിപ്പിച്ചുകൊണ്ട് കേസുകളുടെ അവിടെ കെട്ടിക്കിടപ്പ് കുറയ്ക്കുകയും പൗരന്മാർക്ക് വേഗത്തിൽ തന്നെ നീതി ലഭ്യമാക്കുകയും ചെയ്യുക എന്നതാണ് സർക്കാരിന്റെ ഈ പ്രഖ്യാപിത ലക്ഷ്യം. എന്നാൽ ഈ 3 ബില്ലുകളും എളുപ്പത്തിൽ പാസ്സാകില്ല എന്നതാണ് പ്രതിപക്ഷത്തിന്റെ സൂചന. തൃണമൂൽ കോൺഗ്രസിലെ സൗഗത റോയ് ആകട്ടെ, RSPയിലെ NK പ്രേമചന്ദ്രൻ, കോൺഗ്രസ് MP ഡീൻ കുര്യാക്കോസ് എന്നിവരടങ്ങുന്ന ഇന്ത്യ സഖ്യത്തിലെ MP-മാരാകട്ടെ സർക്കാർ നടപടികളെ ചോദ്യം ചെയ്തുകൊണ്ട് തന്നെ സ്റ്റാറ്റ്യൂട്ടറി പ്രമേയം അവതരിപ്പിക്കാൻ ഒരുങ്ങുകയാണ്. അതിനാൽ തന്നെ ഇന്നത്തെ ലോക്സഭാ സമ്മേളനം വെറും ഒരു നിയമനിർമ്മാണ നടപടികളിൽ ഒതുങ്ങുന്നതല്ല. ഭരണപക്ഷവും പ്രതിപക്ഷവും നേർക്കുനേർ ഏറ്റുമുട്ടുന്ന രാഷ്ട്രീയ പോരാട്ടത്തിനും രാജ്യത്തിന്റെ ശ്രദ്ധ പിടിച്ചുപറ്റുന്ന നിർണായക ചർച്ചകൾക്കും സഭ ഇന്ന് സാക്ഷ്യം വഹിക്കും. അതിനുള്ള സാധ്യതയാണ് ഇവിടെ കണക്കാക്കപ്പെടുന്നത്. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.